അമ്മന്റെ കാലത്ത് അമ്മ ഞാനൊക്കെ കുഞ്ഞിതുപോലെ ആയില്ലേ. അപ്പൊ അമ്മച്ചീന്റെ ആ പ്രായത്തിലില്ലേ അമ്മച്ചി എങ്ങനെ ഓണം ആഘോഷിച്ചേ? ഓണാഘോഷിച്ചത് എങ്ങനെ ചോറും കറി എല്ലാം വെച്ച് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? അതിനകത്ത് എന്നൊക്കെ ഉണ്ടായിരുന്നു. തേന എഴുതിയിട്ടുണ്ട്, തേനപ്പയറും മത്തങ്ങായും കൂടെ എഴുതി വെക്കും. പിന്നെ സാമ്പാർ വെക്കും, പിന്നെ തോരൻ കറി വെക്കും, പപ്പടവും കാട്ടും, കഴുവും. ഇതാണ് ഞങ്ങളുടെ കറി. ഞങ്ങൾക്ക് ഇത്രേ കറിയൊക്കെ ഉള്ളൂ. വീട്ടിൽ ഞങ്ങൾ പായസം വെക്കൽ കുറവാ. എന്നാലും ചിലതൊക്കെ വെക്കും. അരി കൊണ്ട് അരി അരിപ്പായസം. കാട് പിടിച്ചത് കുറ്റിക്കാട്. ഇങ്ങനെയുള്ള കുറ്റിക്കാടുകളാണ്. അങ്ങനെ പൊക്കമുള്ള മരമൊന്നുമല്ല ഇവിടെ ഉള്ളത്. ആ കുറ്റിക്കാടിനകത്ത് പോയി പൂ പറിച്ചുകൊണ്ട് വരും. വന്നിട്ട് അത് പൂ പറിച്ചിട്ട് പൂ കൊണ്ടുവന്ന് വെക്കും. വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ചെത്തിപ്പൂവ്, കൊങ്ങണിപ്പൂവ്, അരിപ്പൂവ്, തുമ്പപ്പൂവ്. അത് വെളുത്ത പൂവ്. അത് വെളുത്തിരിക്കും. നിങ്ങൾ പോകുന്നത് ഒറ്റയ്ക്കാണോ? പേര് ഒത്തിരി പേരുണ്ട്. അവിടെ അങ്ങോട്ട് പോകും. എന്നിട്ട് പിന്നെ അതൊന്നും അല്ല, പൂവൊക്കെ എന്തെല്ലാം പൂവുണ്ടെന്നറിയാം. അത് എല്ലാവരും മറന്നുപോയി. ഇതിൻ്റെ ഓരോന്നും ചെമ്പരത്തി പൂവുണ്ട്, മംഗളാമ്പൂവുണ്ട്, പിന്നെ അഞ്ചാറുവട്ടം പൂവുണ്ട്, പിന്നെ എന്താ പിന്നെ ചെത്തിപ്പൂ, മന്ദാരം, ചെത്തിപ്പൂ, മന്ദാരം, അങ്ങനെ പറയാം. ഞങ്ങൾ പൂവിട്ടുണ്ടെങ്കിൽ അമ്മേൻ്റെ അതിൻ്റെ കൂടെ കഞ്ഞി വെച്ച് ചോറൊക്കെ പൂരി വെക്കും. നല്ല ഇന്നലെ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങൾ പറയും, 1000 പെണ്ണുങ്ങൾ പറയും, ഇത് നിങ്ങൾ മനക്ക് കുളിക്കാൻ മനം കണ്ടോളിന്ന് പറയും. ഞങ്ങൾ കുളിക്കാൻ പോകും. കുളിയും കഴിഞ്ഞ് അവിടെ തന്നെ ഞങ്ങൾ പഠിച്ച തോടുണ്ട്. വേലത്തിമാർ അലക്കുന്ന സ്ഥലം മുക്കുടിത്തോടെന്ന് പറയും. മുക്കുടിത്തോട് 3 കൂടിയ തോടാ. ഇവിടുന്ന് ചെല്ലുന്നതോട്, അവിടുന്ന് വരുന്നതോട്, ഇവിടുന്ന് വരും. അങ്ങനെ ആയപ്പോൾ 3 കൂടിയ കവലയാ. അവിടെ കുറേ കല്ല് പെറുക്കിയിട്ടുണ്ട്. ആ കല്ലില് ആണ് വേലത്തിമാർ അലക്കുന്നത്. കല്ല് കൊണ്ട് അലക്കി. ഒരു സംശയം, വേലത്തിമാര് അത് അവര് ഈ തുണി അലക്കുന്ന അന്നത്തെ പണ്ട് കാലത്തൊക്കെ അലക്കുന്ന ആൾക്കാരുണ്ടോ? അതിനുവേണ്ടി അമ്മ പറഞ്ഞതാ. വേലന്മാരും വേലത്തിമാരും ഒക്കെ ഉണ്ട്. അവരൊന്ന് അലക്കി കെട്ടി തോട് വന്ന കൂടെ കണ്ടതിൻ്റെ പറമ്പേ കൂടെ എല്ലാം നിരത്തിടും. എന്നിട്ടെല്ലാം വെളുത്തിൽ അലക്കി ഉണങ്ങി കെട്ടി അവർ ഉണങ്ങ് പോകും. ഞങ്ങളും അവിടെ പോയി കുളിക്കും. ഞങ്ങളവിടെ പോയി കുളിച്ച് അലക്കി കുളിച്ച് തോട്ടിങ്ങനെ മുണ്ട് വെക്കും. വീട്ടിലോട്ട് വരുമ്പോൾ കോടിമുണ്ട് വരും. അമ്മയൊക്കെ അതിനൊക്കെ പുത്തമ്മുണ്ട്. രണ്ടല്ലേ പുത്തമ്മുണ്ട്. ഓണത്തിന് കോടി കൊടുക്കൂലേ? ഓണക്കോടി, കോടിമുണ്ട്. അതുപോലെ കോടിമുണ്ട് വരും. അങ്ങ് കൊണ്ട് കൊടുത്ത് എന്നെ തീർന്ന് ചോറ് തന്ന് വയറിനിറഞ്ഞ് ഏറ്റ് പോകും. അപ്പൊ അമ്മച്ചി എന്തൊക്കെ എല്ലാം സാമ്പാർ എന്താ പറയാ? ഇന്നിങ്ങനെ പറയണേ. സാമ്പാറും വെക്കും. സാമ്പാർ മെയിനാണ് ഓണത്തിന്. സാമ്പാർ എന്തൊക്കെ ഇട്ടാൻ പറ്റും? അത് എന്താണെന്നറിയോ? സാമ്പാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടി പറയുന്നേ. സ്കൂളിൽ എന്നും സാമ്പാറാ. അതുകൊണ്ടാ ഒരു ദിവസം പോയി സാമ്പാർ ഇല്ലാത്തില്ല. ഇപ്പൊ നിങ്ങളുടെ സ്കൂളില് തക്കാളി ചോറ്, ഫ്രൈഡ് റൈസ് ഒക്കെ ആയില്ലേ? ഇടയ്ക്ക് ഫ്രൈഡ് റൈസ് ഒന്നുമില്ല. നമുക്ക് ആക്കിയാലോ? തക്കാളി ചോറ് വായ വെക്കാൻ കൊള്ളത്തില്ല. അതൊക്കെ പോട്ടെ അമ്മയുടെ ചെറുപ്പത്തില് നിങ്ങൾ ഈ ഭക്ഷണം എല്ലാം കഴിച്ച് കിടന്നുറങ്ങും? അതോ എന്തെങ്കിലും കളികൾ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടോ? ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ പടിയിലെ കണ്ടത് എല്ലാം ഉണങ്ങിയ കണ്ട കാരണം. എന്നിട്ട് ആ കണ്ടത് പന്ത് കളിയും. എല്ലാവരും പന്ത് കളി ഓലപ്പന്ത് ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് എറിഞ്ഞ് പന്ത് കളി തലപ്പന്ത് കളി ഇങ്ങനെ അതൊന്നുമല്ല. തലമയല്ലേ ഉദ്ദേശേ? അതൊന്ന് പറഞ്ഞേ. തലമയുടെ അമ്മ ഓർക്കുന്നു പറഞ്ഞേ. ഈ തലമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മക്കൾക്ക് ഒന്നും അറിയില്ല. ആ തലമ എന്ന് പറഞ്ഞാൽ തലമ 1 ഇതുകൊണ്ട് പുറകോട്ട് അടിച്ചോട്ടെ. പിന്നെ തലമ 2 എത്ര ഉണ്ട് അങ്ങനെ? അതൊരു കളിയാ, അന്നത്തെ കളി. ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കും. ഉണ്ടാക്കാം. അമ്മ കൂടെ കൊടുക്കാമേ.
എനിക്കറിയാം. എനിക്കറിയാം, മറന്നുപോയി ഒക്കെ. കുഞ്ഞിനാള് ചെയ്ത കാര്യം. ചെറുപ്പത്തിൽ ചെയ്താ അമ്മച്ചി അല്ലേ? എത്ര വർഷമായി? പിന്നെ കുട്ടിയും കോലും കളിക്കും. കുട്ടിയും കോലും അത് തന്നെ. അതെങ്ങനെയാ? അതൊക്കെ ഒരു കളിയാണ്, നിനക്ക് അറിയില്ല, നമുക്കൊക്കെ അറിയാം. കുട്ടിയും കോലും കളിക്കണം. കാല വെച്ചാണ് ആദ്യത്തെ കളി. കാല വെച്ച് കളിക്കുള്ളൂ. ഓല് മുകളിലേക്ക് ഇറക്കി ചിലപ്പോൾ ദൂരെ പോകും. എങ്ങനെയാ ഇങ്ങനെ കാല് വെച്ചിട്ട് ഒറ്റടിയാണ്. ഇതിന്റെ കാലം വെച്ച് ഒറ്റടിയാ? കാലിട്ട് അടിച്ചാ മതി. കുറച്ച് കാലിട്ട് കിട്ടും. അതിന്റെ അത് എവിടം വരെ പോകുമോ അവിടം വരെ പോയിട്ട് പോയി. നമ്മൾ ഞാൻ ചെന്നിട്ട് ആ ഒരു വടി എടുത്ത് വരെ നിങ്ങൾ നിർത്താതെ ഓടി വന്നെ അവിടെ നിന്ന് ഓടിപ്പറ്റ ഇങ്ങനെ പറഞ്ഞോണ്ട് പോകും. അപ്പൊ നാവ് കഴിക്കത്തില്ല. അത്രയും ദൂരം ആരാ പോകുന്നത്? പിള്ളേരുടെ ഓടിക്കട്ടെ വന്നിട്ട് ഓടിപ്പറ്റ പറഞ്ഞ് ഇങ്ങോട്ട് വരണം. ചാച്ചനെ അടുത്ത് വരാം. അവിടെ കോലുണ്ട്. ആ കോല് കൂട്ടിട്ടുണ്ട്. ആ കോലെ കൊണ്ട് തൊടണം. തൊട്ടില്ലെങ്കിൽ അവിടെ ഉറപ്പായി. നിങ്ങൾ പണ്ട് കാലത്തൊന്നും ക്രിക്കറ്റ് കളിക്കത്തില്ല? അതൊന്നുമില്ല. ക്രിക്കറ്റ് ഇപ്പഴല്ല ഉണ്ടായ. അതൊന്നും ക്രിക്കറ്റ് അന്നത്തെ കളിയാണ് തലമ്പ കളി. കുട്ടിയും കോല്. തലപ്പന്ത്. പിന്നെന്താ മറ്റേ കല്ലെല്ലാം പെറുക്കി വെച്ചിട്ട് എറിഞ്ഞ് വീഴിക്കും അല്ലേ? 70s. അതിനങ്ങനെ എന്താ പറയാൻ തോന്നുന്നു? മറ്റേ ഈ ബോൾ വെച്ചിട്ട് ബോൾ വെച്ച് പിന്നെ ആ കല്ല് അതുപോലെ അടിക്കും. അടുക്കി വെക്കുന്ന പരിപാടി. ഇങ്ങനെ കല്ലിങ്ങനെ നിരത്തിയിട്ടിട്ട് ഒന്നൊക്കെ ഇങ്ങനെ വരും. മുഴുവൻ വരും. ഇങ്ങനെ വരും. കല്ലുകളി. മുകളിലോട്ട് കല്ലിട്ടുണ്ട്. ആ കല്ല് നാട് വരുമ്പോഴേക്കും ആ വാരിപ്പിടിക്കും. അത് ആ കല്ല് വന്ന് വീഴും. അവർ ജയിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വൈകിട്ട് വരും. ഫൈനിടും. പിന്നെ അമ്മ പട്ടത്തളയിൽ മറ്റേ ഈർക്കിലി ഇട്ടിട്ട് നമ്മൾ തോണ്ടിയെടുക്കുന്ന പരിപാടി. അക്ക് കളി. കളിക്കും. അമ്മ മടുത്ത് പറഞ്ഞു ഓണവിശേഷം ചേനയോ? വായ അതിനാളിയാമ്മേ? ചേന കളിക്കും കണ്ടടാ. അതെങ്ങനെയാ ചേനാളി? എനിക്കറിയില്ലല്ലോ. അതെങ്ങനെയമ്മേ? അതിങ്ങനെ കളം വരയ്ക്കും. ഇങ്ങനെ കളം വരച്ചിട്ട് 1 2 3 4 5 കളം ഉണ്ടാവും. അതിനകത്ത് ചാടി പോണം. അതിനകത്ത് ചാടി പോണം. എന്നിട്ട് അവിടെ ചെല്ലിട്ട് ഈ അക്കുണ്ടല്ലോ, അക്ക് ഇങ്ങനെ കാണുന്ന കവി എനിക്ക് അത് എത്ര ദൂരെ പോകണോ അത്രയും ദൂരെ ചേന വരയ്ക്കും. ചേന വട്ടത്തിൽ ചേന വരയ്ക്കും. ഓരോ ചേനയുടെ എല്ലാ ചേനയും തൊട്ടിട്ട് എല്ലാത്തും നമ്മൾ തൊടുമ്പോൾ ജയിക്കും. റിപ്പോർട്ടർ അജയ് ബാബുവിനോടൊപ്പം ക്യാമറമാൻ ബാബു സ്റ്റീഫനും സംഘവും. നറേറ്റർ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.